ഹലോ ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പൺ ആകാൻ ഇനി ഒരു അരമിനിറ്റ് കൂടെ. ഇപ്പോൾ സമയം 9:14:36. മാർക്കറ്റ് ഓപ്പൺ ആകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ ഓപ്ഷൻ ചാർട്ട്സ് ഇവിടെ റെഡിയാണ്. ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതെങ്കിലും ട്രേഡ് കിട്ടുമെന്ന്. ഏതെങ്കിലും ട്രേഡ് കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം. ഇപ്പം സമയം 9:23. ഒരു സ്വിങ് ഫോം ആയിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കോൾ ഓപ്ഷനിൽ 51,000 കോൾ ഓപ്ഷനിൽ ഒരു ബൈ ട്രേഡ് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സോ അത് എക്സിക്യൂട്ട് ആയാൽ അറ്റ്ലീസ്റ്റ് ഡേ ഹൈ വരെയെങ്കിലും നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. നമ്മുടെ കോസ്റ്റിൻ്റെ അവിടെ തന്നെയാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലൊരു ഫീലിംഗ്. അല്ലെങ്കിൽ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്താൽ ഉടനെ ഡേ ഹൈ വരെയെങ്കിലും പോകേണ്ടിയാണ്. ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയതുകൊണ്ട് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ചിലപ്പം നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. ബട്ട് ഒരു ബോട്ടം ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തത്. 9,000 വരെ മാക്സിമം പോയിട്ടുണ്ട്. 11,000. പിന്നെ റിജക്ഷൻ ഫേസ് ചെയ്യാണ്. നമ്മളിവിടെ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്നല്ല, ഇത് ആദ്യത്തെ ട്രേഡാണ്. അപ്പോൾ അത് ഗ്രീനിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം മുന്നോട്ടുള്ള ട്രേഡുകൾ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് സൈക്കോളജിയോടുകൂടി നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പം കാണാൻ നമ്മൾ അത് ഡേ ഹൈ റീച്ച് ആയിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. ചെറിയൊരു പ്രോഫിറ്റ്, ഒരു 1,000 റുപ്പീസ് പ്രോഫിറ്റ് മാത്രമേ ഈ ട്രേഡ് കിട്ടിയുള്ളൂ. വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നമുക്ക് നോക്കാം. ഇപ്പം സമയം 9:30 ആയിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു സ്വിങ് ഹൈ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് എക്സിക്യൂട്ടായി. മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ സ്വിങ് കിട്ടിയത്. സോ അതിൻ്റെ മുകളിലാണ് നമ്മൾ ബൈ ഓർഡർ പ്ലേസ് ചെയ്തത്. സോ അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മുകളിലൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. അവിടെ അതൊരു ടാർഗറ്റ് ആക്കി വെച്ചിട്ട് വേണം അവിടെ വരെയെങ്കിലും നമുക്കൊരു ട്രേഡ് ഹോൾഡ് ചെയ്യാം. ഓപ്ഷൻ ചാർട്ടിലും നമുക്ക് കാണാം, ഇത് 51,100 കോൾ ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഡേ ഹൈ വരെയെങ്കിലും നമുക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടേണ്ടതാണ്. പക്ഷെ അതല്ല, ഇതൊരു ജസ്റ്റ് ഒരു സ്പൈക്ക് വന്നിട്ട് പിന്നെയും റിജക്ഷൻ ഫേസ് ചെയ്തിട്ട് താഴോട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യേണ്ടി വരും.
ഫോളോ അപ്പ് ക്യാൻഡിൽ കിട്ടുന്നില്ല. പിന്നെയും റിജക്ഷൻ ആണ്. റെഡ് ക്യാൻഡിലാണ്. ഒറ്റ സ്പൈക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ, ഒരൊറ്റ ഗ്രീൻ ക്യാൻഡിലൂടെ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ടാർഗറ്റ് റീച്ച് ആയാന്. പക്ഷേ ഇപ്പം റെഡ് ക്യാൻഡിലാണ്. എക്സിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും നോക്കാം. എന്തായാലും ആ സ്വിങ് ലോ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അതുകൊണ്ട് 520 അല്ല 515 അടുത്ത് വരും. നോക്കാം. അതൊരു വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അത് എക്സിറ്റ് ചെയ്യാനായിരിക്കും നല്ലത്. അപ്പോൾ ഈ ട്രേഡ് നമ്മൾ ലോസിൽ ബുക്ക് ചെയ്തിരിക്കുകയാണ്. 12,600 അല്ല 15,000 ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ട്രേഡ് ഇപ്പം 14,000 ലോസിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം 938 ആയിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് ചെയ്യാൻ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഒരു പുട്ട് ഓപ്ഷനിൽ 51,500 പുട്ട് ഓപ്ഷനിൽ നമ്മളൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ സപ്പോർട്ട് ഏരിയ വരെയും ഒരു മൂവ്മെൻറ്റ് കിട്ടാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. ബൈ ഓർഡർ പ്ലേസ് ചെയ്തത് ഒരുപാട് മുകളിലായി പോകുന്നൊരു ഫീലിംഗ്. കാരണം കുറച്ചുകൂടെ ഡിസ്കൗണ്ട് പ്രൈസിൽ ബൈ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടിയായിരുന്നു. നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. മുകളിലൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. അപ്പം അവിടുന്ന് റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. തന്നെയല്ല നിഫ്റ്റിയും ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്തായാലും ഒരു ഡൗൺ സൈഡ് സ്പൈക്കിംഗ് വരേണ്ടിയാണ്. മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഫൈവ് 18 ആണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഒരു 500 ലെവലിലെങ്കിലും. 518 അല്ല 538. സോ ഒരു 510 ലെവലിലെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു പ്രൈസിന് കിട്ടിയേനെ. പുട്ട് ഓപ്ഷൻ നല്ലപോലെ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് കോൾ ഓപ്ഷൻ മൂവ് ആവുന്നില്ല. അല്ല, കോൾ ഓപ്ഷൻ ബ്രേക്ക് ആവുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്ന പുട്ട് ഓപ്ഷൻ മൂവ് ആവുന്നില്ല. സാധാരണ സ്പോട്ടിനെക്കാട്ടിലും ആദ്യം മൂവ് ആവുന്നത് ഓപ്ഷൻ ചാർട്ടാണ്. ഒരു 2-3 സെക്കൻഡ് നേരത്തെ തന്നെ ഓപ്ഷൻ ചാർട്ട് മൂവ് ആവും. അത് കഴിഞ്ഞാണ് സ്പോട്ട് ചാർട്ട് മൂവ് ആവുന്നത്. പിന്നെയും റിജക്ഷൻ ആണ് ഫേസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ സ്പോട്ടിൽ നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ട് 1 മിനിറ്റ് ചാർട്ടിൽ. പക്ഷേ ഓപ്ഷൻ അതുപോലെ ഒരു മൂവ്മെന്റ് കാണിക്കുന്നില്ല. ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ട്രേഡ് ക്ലോസ് ചെയ്യാം.
പോർട്ടിലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഒരു സ്പൈക്ക് കൂടെ കിട്ടിയിരുന്ന നമ്മളെ ടാർഗറ്റ് റീച്ച് ആയേനെ. ഓക്കെ, ഇപ്പം നമുക്ക് 15,000 വരെ ആയി. 17,000, 24. ഹൈലി വോളറ്റൈലാണ്. 24,000 പോയിട്ട് പിന്നെ നേരെ വരുന്നത് 17,000ലേക്ക്. ഓക്കെ, നമ്മളിവിടെ ബുക്ക് ചെയ്യാണ്. അപ്പോൾ 14,430 ബുക്കായി. സോ ഇന്നത്തെ P&L നോക്കിയാൽ ലോസിലാണ്. ഒരു 426 രൂപ ലോസിലാണ്. ചാർജസ് കൂടെ ചേർക്കുകയാണെങ്കിൽ അതിൽ കൂടുതലാവും. അപ്പം എന്തായാലും ഒരു ഫൈനൽ ട്രേഡ് കൂടെ നോക്കാം, കിട്ടുവാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പം സമയം 11:39 ആയിട്ടുണ്ട്. ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് സ്വിങ് ഹൈയിൽ നമ്മളൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്നത്. സോ ഇത് ഡയറക്റ്റ് പോയി ഓർഡർ എക്സിക്യൂട്ട് ആകുന്നതിനേക്കാളും ബെറ്റർ ഒരു പുൾ ബാക്ക് തന്നിട്ട് പിന്നെ പോയി നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആകുന്നതായിരിക്കും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം പോയ പോലെ തന്നെ വേറൊരു റെഡ് ക്യാൻഡിൽ വന്ന് നമ്മുടെ പ്രോഫിറ്റ് എല്ലാം കൊണ്ടുപോകും. ചിലപ്പോൾ ലോസിൽ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഓർഡർ ഇപ്പം ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. ഈ ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഇനിയൊരു 30 സെക്കൻഡ്സ് കൂടെ ഉണ്ട്. പക്ഷേ ഉടനെ റിജക്ഷനാണ് കിട്ടുന്നത്. ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ സ്പൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതേസമയം ഡേ ഹൈന്ന് റിജക്ഷൻ കിട്ടാൻ നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. ഡേ ഹൈ വരെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് മീറ്റ് ആവും. ഇപ്പം ഓപ്ഷൻ ചാർട്ടിൽ ഡേ ഹൈ എന്ന് പറയുമ്പം 610 ആണ്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡ് 578-നാണ്. ഡേ ഹൈ വരെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ട്രേഡ് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റും. സോ 5 മിനിറ്റ് ചാർട്ടിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. ഇതിൽ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നീ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് നല്ല രീതിയിൽ പോകും. അതല്ലെങ്കിൽ ഇവിടുന്ന് ഡബിൾ ടോപ്പ് ഫോം ചെയ്തിട്ട് പിന്നെയും തിരിച്ച് താഴോട്ട് വരും.
അങ്ങനെയാണെങ്കിൽ ഡൗൺ സൈഡിൽ ഒരു നല്ല ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഏതായാലും നോക്കാം. $600 നിന്ന് പിന്നെയും റിജക്ഷനാണ് കിട്ടുന്നത്. നേരത്തെ പ്രോഫിറ്റിലായിരുന്നു, ഇപ്പോൾ ലോസിലാണ്. 5 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് കാണാം റിജക്ഷൻ. പിന്നെ ഇപ്പോൾ പ്രോഫിറ്റിലായിരിക്കുകയാണ്. സാധാരണ സ്കാൽപ്പിംഗ് ട്രേഡിൽ നമ്മൾ ഇത്രയൊന്നും നേരം ഹോൾഡ് ചെയ്യാറില്ല. ഇത് പിന്നെ നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് വരെയെങ്കിലും നമുക്കൊരു ടാർഗറ്റ്, നല്ലൊരു ടാർഗറ്റ് കിട്ടാൻ ഒരു സാധ്യതയുണ്ട്. ഉള്ളത് കൊണ്ടാണ് ഈ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത്. സാധാരണ സ്കാൽപ്പിംഗ് നമ്മൾ 1 മിനിറ്റ് അല്ല 1.5 മിനിറ്റ് കൂടുതൽ ഹോൾഡ് ചെയ്യാറില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഒരു 20 പോയിന്റ്സ് ആണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നില്ല, നമ്മുടെ ടാർഗറ്റും വരുന്നില്ല. ഇത് ക്ലോസ് ചെയ്യേണ്ടി വരും, കാരണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട് ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പിന്നെ ഇത് താഴോട്ട് വരാനാണ് സാധ്യത. ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ എന്തായാലും നോക്കാം. തൽക്കാലം പ്രോഫിറ്റിലാണ്. ഓക്കെ, നമ്മളിവിടെ ബുക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഇത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, വലിയ മൂവ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ടൈം ഇപ്പം 12:10 ആയിരിക്കുകയാണ്. നമ്മളൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുകയാണ് പുട്ട് ഓപ്ഷനിൽ. നമുക്ക് കാണാൻ കഴിയും ഒരു സ്വിങ് ഹൈ ഉണ്ട്. സോ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലാണ്, കാരണം മാർക്കറ്റ് എത്ര ശ്രമിച്ചിട്ടും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയില്ല. ഡേ ഹൈക്ക് മുകളിലായിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയതും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ താഴോട്ടൊരു സ്പൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് പുട്ട് ഓപ്ഷനിൽ നമ്മൾ ട്രേഡ് എടുത്തത്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് അനുസരിച്ച് ചിലപ്പം നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ട് പിന്നെ അത് തിരിച്ച് റിട്രേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മാർക്കറ്റിൽ മൊമെൻറ്റം കാണുന്നില്ല.
അതുകൊണ്ട് തന്നെ ഒരു ഫോളോ അപ്പ് ക്യാൻഡിൽ, ബാക്ക് ടു ബാക്ക് ഫോളോ അപ്പ് ക്യാൻഡിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഇതെങ്ങനെ പോകുമെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോളോ അപ്പ് ക്യാൻഡിൽ കിട്ടാത്തതുകൊണ്ട് ഓക്കെ, ഇപ്പം ക്യാൻഡിൽ ഒന്ന് ഉഷാറായിട്ടുണ്ട്. $17,000, $19,000, $20,000 ഹൈലി വോളറ്റൈലാണ്. 20,000 വരെ പോയിട്ട് പിന്നെയും തിരിച്ച് 2,000. ഓക്കെ, അവിടുന്ന് സപ്പോർട്ട് എടുത്തിരിക്കുകയാണ്. സപ്പോർട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യേണ്ടി വരും, ലോസ് ബുക്ക് ചെയ്തേണ്ടി വരും. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മൂവ്മെൻറ്റ് കിട്ടും, പക്ഷേ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. സ്പോട്ടിൽ എത്രയും മൂവ് ആയോ അതിനനുസരിച്ച് ഓപ്ഷൻ ചാർട്ടിൽ മൂവ്മെൻറ്റ് കിട്ടിയില്ല. കാരണം വിക്സ് ലോ ആണ്, ചിലപ്പം അതൊരു കാരണമായേക്കാം. വിക്സ് ലോ ആയതുകൊണ്ട് വോളറ്റിലിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ പ്രീമിയം കുറവാണ്. ഒരു മൊമെൻറ്റം കിട്ടിയാൽ അത് ഫോളോ അപ്പ് കിട്ടണമെന്നില്ല. ഇത് പിന്നെയും റിജക്ഷൻ ഫേസ് ചെയ്ത് താഴോട്ടാണ് വന്നിരിക്കുന്നത്. എക്സിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് വെച്ചാൽ 1:1 ആണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 25-30 പോയിൻറ്റ്സ് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാ ട്രേഡിലും. ഇപ്പോൾ സ്റ്റോപ്പ് ലോസും 30 പോയിൻറ്റ്സ് തന്നെ ആയിരിക്കും. പക്ഷേ എല്ലാ ട്രേഡിലും നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 30 പോയിൻറ്റ്സ് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ ഫെയിലായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം ആ ട്രേഡിൽ നിന്ന് ഇറങ്ങുക. എന്തായാലും കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലൊരു റിജക്ഷനാണ് 5 മിനിറ്റ് ചാർട്ടിൽ നമ്മൾ കാണുന്നത്. ഒരു ഫോളോ അപ്പ് റെഡ് ക്യാൻഡിൽ വരുന്നുണ്ട്. അത് സപ്പോർട്ടിനടുത്ത് വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയേക്കും. അതല്ലാതെ ഗ്രീനിൽ കൺവേർട്ട് ആണെങ്കിൽ പിന്നെ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങേണ്ടി വരും. സ്പോട്ട് ചാർട്ടിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓപ്ഷനിൽ ഗ്രീൻ ആയിരിക്കും, അവിടെ റെഡ് ആണെങ്കിൽ.
ഇത് ഈ കഴിഞ്ഞ ട്രേഡിൻ്റെ കൂട്ടം സ്റ്റോപ്പ് ലോസ് കിട്ടാവുന്നില്ല, ടാർഗറ്റ് കിട്ടാവുന്നില്ല. നിഫ്റ്റി 15 താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റിയും താഴോട്ടാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പം സപ്പോർട്ടിനടുത്ത് എത്തിയേക്കും, ചിലപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനും വരും. പിന്നെയും റിജക്ഷനാണ്. ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആണ്. ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നല്ലൊരു ഒരു ഗ്രീൻ ക്യാനിലാണ് സ്പോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. കൺവിക്ഷൻ കിട്ടുന്നില്ല. ഓക്കെ, നമ്മളിവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 10,000 ആണ് ഇന്നത്തെ നെറ്റ് ലോസ്. സോ നമുക്കിവിടെ ഇന്നത്തെ ട്രേഡ് ഇവിടെ നിർത്താം. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം.